ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധാനത്തിൽ നല്ലൊരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അനുഗ്രഹീതമായിരിക്കുന്ന ഈ കർത്തൃ ദിവസത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ സന്ധിക്കുവാൻ ദൈവം തരുന്ന ഈ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് വചനം കേൾക്കാൻ തൽപരരായിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവത്തിന് ഹൃദയം നിറഞ്ഞ് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്ന അടിയൻ വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധി നമുക്ക് ദൈവശബ്ദത്തിന് കാതോർക്കാം. ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് ആധാരമായി 2 ദിനവൃത്താന്തം 26 അധ്യായം 5 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 2 ദിനവൃത്താന്തം 26 അധ്യായം 5 വാക്യം. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ഉസിയ രാജാവ് അധികാരത്തിൽ വന്നതോടുള്ള ബന്ധത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് നാം വായിച്ചത്. ഒന്ന്, 16 വയസ്സിൽ രാജാവാകാൻ ഭാഗ്യം ലഭിച്ച ഈ ചെറുപ്പക്കാരനായ രാജാവ്, അദ്ദേഹം രാജാവായതിന് ശേഷം സെക്കരിയാവ് ദൈവഭയത്തിൽ ഈ ഉസിയാവിനെ ഉപദേശിച്ചു പോന്നു. ആ ഉപദേശിച്ചിടത്തോളം കാലം ഉസിയാവ് ദൈവത്തെ അന്വേഷിച്ചു എന്നാണ് ആദ്യത്തേത്. അപ്പോൾ ആദ്യ 2 കാലങ്ങൾ ഈ വാക്യത്തിൽ കാണാം. ഒരു കാലം ഉപദേശം കിട്ടിയ കാലം. ആരിൽ നിന്ന്? ദൈവഭക്തനായ ഒരു മനുഷ്യനിൽ നിന്ന് ദൈവഭയത്തിന് തക്കവണ്ണമുള്ള ഉപദേശം കിട്ടിക്കൊണ്ടിരുന്ന കാലം. ആ കാലം ഈ രാജാവിനെ സംബന്ധിച്ച് ശുഭമേറിയ കാലമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മീക ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം, ഇതൊരു രാജാവാണ്, പക്ഷെ രാജാവിനെ സെക്കരിയാവ് ഉപദേശിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ഭരിക്കാം, എങ്ങനെ യുദ്ധം ചെയ്യാം, എങ്ങനെ മറ്റ് രാജാക്കന്മാരെ ഒതുക്കി നിർത്താം, എങ്ങനെ മറ്റൊരു രാജാവിൻ്റെ അയൽരാജ്യത്തിൻ്റെ അതിരുകൾ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കാം, ഇതൊന്നും അല്ല ഉപദേശിച്ചത്. അതിന് വേറെ ആൾക്കാർ കാണും. പക്ഷെ ഈ വായനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഈ സെക്കരിയാവ് ഇദ്ദേഹത്തെ ദൈവഭയത്തിലാണ് ഉപദേശിച്ചത്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഇദ്ദേഹത്തെ ഉപദേശിച്ചത് രാഷ്ട്രതന്ത്രങ്ങളായിരിക്കില്ല, പിന്നെയോ ദൈവത്തെക്കുറിച്ചും ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നതിനെക്കുറിച്ചും ദൈവം നമ്മുടെ പക്ഷം ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും, അങ്ങനെ ദൈവം നമ്മളെ സഹായിച്ചാൽ പക്ഷത്ത് നിന്നാലുള്ള ഗുണഗണങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും സെക്കരിയാവ് ഉപദേശിച്ചത്. നമുക്ക് അങ്ങനെ ഒരു ഉപദേഷ്ടാവ്, അഥവാ നമ്മെ ഇതുപോലെ ഉപദേശിക്കാൻ, ആത്മീകമായി ഉപദേശിക്കാൻ, ദൈവീകമായിട്ട് ഉപദേശിക്കാൻ ആരെങ്കിലും ഉള്ളത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയമായിട്ടും നല്ലതാണ്. കാരണം അങ്ങനെ ഒരു ഉപദേശം കിട്ടിക്കൊണ്ടിരുന്നാൽ ഈ വാക്യം പറയുന്നു, നാം ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓർത്തോളണം, നമുക്കത് തന്നെ മനസ്സിലാക്കണം. ദൈവത്തെ നാം അന്വേഷിക്കുക, അതിന് നാം തന്നെ മുൻകൈയെടുക്കണം. അതിന് നമ്മളെ ഈ കാര്യത്തിൽ കർക്കശമായിട്ട് ഉപദേശിക്കാൻ നമുക്ക് ആരെങ്കിലും വേണം, നാം ആരെങ്കിലും ആക്കണം, അവർക്കതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഉപദേശം കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ നന്നാവും. ഉപദേശം കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ ആത്മീകരാകും. ഉപദേശം കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ ദൈവവുമായിട്ട് ബന്ധമുണ്ട്. ഈ ദൈവത്തെ അന്വേഷിക്കുക എന്ന വാക്കിന് എന്താ അർത്ഥമാക്കേണ്ടതെന്നറിയോ? നമ്മളും ദൈവവുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുക എന്നതാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർ എന്നുള്ള വാക്കുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവം എന്തിയേ
എന്നാ എടുക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചല്ല. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ആത്മീകമായ ദൃഢബന്ധം. ആ ബന്ധം നിലനിർത്താൻ വേണ്ടി, അഥവാ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി സെക്കരിയാവെന്ന ഉപദേഷ്ടാവ്, അദ്ദേഹം തന്നെ വന്നതാണോ, അദ്ദേഹത്തെ ആരെങ്കിലും നിർബന്ധിച്ചാക്കിയതാണോ, ഉസിയാവ് വിളിച്ചതാണോ, ഉസിയാവും ഈ സെക്കരിയാവും തമ്മിലുള്ള ബന്ധമൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഇദ്ദേഹത്തെ ഉപദേശിച്ചാൽ ഇദ്ദേഹം നന്നാവും, ഉപദേശിച്ചാൽ ദൈവമായിട്ട് നല്ല ബന്ധമുണ്ടാവും, ഉപദേശിച്ചാൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ നാം ശുഷ്കാന്തിയുള്ളവരാകും. ആദ്യത്തെ കാര്യം, ഉപദേശിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉപദേശം കിട്ടിക്കൊണ്ടിരുന്നാൽ നാം ദൈവമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചു കൊണ്ടുവരും. രണ്ടാമത്തെ ഭാഗമാണ് ഇച്ചിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത്. അതിപ്രകാരമാണല്ലോ, അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. രണ്ടാമത്തെ കാലം, നാം ദൈവമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഭംഗിയുള്ളതും ആഴമുള്ളതും സ്നേഹമുള്ളതും ആണോ, ആ കാലം മുഴുവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് അഭിവൃദ്ധി എന്നതിന് കാശും പണവും എന്ന് മാത്രമായിരിക്കില്ല അതിൻ്റെ അനുമാനവും കണക്കും. പിന്നെയോ, അഭിവൃദ്ധി എന്ന വാക്കിന് സ്വസ്ഥതയും സമാധാനവും സന്തോഷമൊക്കെ അടങ്ങിയ ഒരു ജീവിത സാഹചര്യത്തെ തന്നെയാണ് അഭിവൃദ്ധി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രിയരെ, ദൈവവുമായിട്ടുള്ള ബന്ധം എത്രത്തോളം കാലമുണ്ടോ അത്രയും കാലം ദൈവത്തിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. ദൈവവുമായിട്ടുള്ള ബന്ധം എപ്പോൾ വിച്ഛേദിക്കപ്പെടുന്നു, അപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള നന്മയുടെ വരവും വിച്ഛേദിക്കപ്പെടും. അങ്ങനെ വേണമല്ലോ ഈ വാക്യത്തെ മനസ്സിലാക്കാൻ. ദൈവത്തിൻ്റെ അടുക്കൽ നമുക്കുള്ള ആത്മബന്ധം, ആ ബന്ധം നമ്മൾ കളയാതെ സൂക്ഷിച്ചാൽ, അത് നിലനിർത്തിയാൽ, ഉറപ്പിച്ചു പറയാം നമുക്കുള്ള നന്മയുടെ വാതിലുകൾ അടയില്ല. തത്വത്തിൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നമുക്ക് വിരോധമായി എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും നാം ദൈവവുമായിട്ടുള്ള ബന്ധം ആഴമായിട്ട് നിലനിർത്തിക്കൊണ്ടിരുന്നാൽ ഉറപ്പ്, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നന്മകൾ ആര് തടയാൻ നോക്കിയാലും തടയാൻ പറ്റില്ല. കാരണം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന ഒരനുഗ്രഹത്തെയും തടയാൻ ആർക്കും കഴിയില്ലല്ലോ. ദൈവവുമായിട്ട് നമ്മുടെ ബന്ധം എന്നും നിലനിൽക്കട്ടെ. ആ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്കൊരു കുറവും വരികയില്ല. എവിടെയെങ്കിലും ദൈവമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം വന്നാൽ, അങ്ങനെയാണല്ലോ ഈ ഭൂമിയിലും പലപ്പോഴും എപ്പോഴും പല സംഘടനയുമായി, സഭയുമായി, ദൈവദാസന്മാരുമായി, വേണ്ടപ്പെട്ടവരുമായിട്ട് ബന്ധം നിലനിർത്തിക്കൊണ്ടിരുന്നാൽ, ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞൊക്കെ ചെയ്ത സ്നേഹം നിലനിർത്തിക്കൊണ്ടിരുന്നാൽ നന്മ നിന്നുപോകില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള ബന്ധം അതൊരിക്കലും നിർത്തിക്കളയരുത്. അത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടെങ്കിൽ നമുക്കുള്ള നന്മകളൊന്നും എങ്ങും തടയില്ല. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. 2 കാലങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. ഒന്ന് ഉപദേശം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലം, 2 ദൈവത്തെ അന്വേഷിക്കുന്ന കാലം. ഈ 2 കാലവും ആത്മീകനെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ്. ഒന്നോടെ ചിന്തിച്ചു, നമുക്കെന്നും ഉപദേശം കിട്ടട്ടെ, ദൈവത്തോടടുക്കാനും ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തിനായി ജീവിക്കാനും. അങ്ങനെ ഉപദേശം കിട്ടിക്കൊണ്ടിരുന്നാൽ നാം ദൈവത്തോടുള്ള ബന്ധം ഉറപ്പിച്ച് നിൽക്കും. ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ നന്മ ഒരിക്കലും നിന്നുപോകില്ല. നമുക്ക് ഈ 2 കാര്യങ്ങളിൽ ഏകാഗ്രത പുലർത്താം. ഇത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കാം. അഭിവൃദ്ധിയും നന്മയും നിന്നു പോകാതിരിക്കാൻ ഒത്തിരി നമുക്ക് ശ്രമിക്കാം. ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വേദപുസ്തകത്തിൽ ഒരു രാജാവിനെ ഞങ്ങൾ കണ്ടു. ആ രാജാവിനെ നിരന്തരം ഉപദേശിക്കാൻ ചിലരെ ദൈവമായ കർത്താവ് ആക്കി വെച്ചു. ആ ഉപദേശം കിട്ടിക്കൊണ്ടിരുന്ന കാലം അദ്ദേഹത്തിൻ്റെ ശുഭകാലമായിരുന്നു. അത് നിമിത്തം ദൈവമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് ദൃഢമാക്കാൻ പറ്റി. അങ്ങനെ ആ ബന്ധം ദൃഢമായിട്ടുണ്ടായിരുന്നിടത്തോളം കാലം അങ്ങയുടെ പക്കൽ നിന്നുള്ള നന്മകൾ നിൽക്കാതെ അഭിവൃദ്ധി വരുത്തി. അപ്പാ, ഈ ഗുണപാഠം ഞങ്ങൾ സ്വീകരിക്കുന്നു. എന്നും ദൈവമായിട്ട് ബന്ധമുണ്ടാകുന്ന കാലം, എന്നും ഞങ്ങളെ ഉപദേശിക്കുന്ന കാലം, ഈ കാലങ്ങൾ നിന്നു പോകാതിരിക്കട്ടെ. അത് ഞങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാക്കണം. ഇത് കേൾക്കുന്ന എല്ലാവരെയും ഇതിൻ പ്രകാരം ജീവിപ്പാനിടയാകണം. നല്ല സക്രിയവന്മാർ, ആളുകളെ ദൈവത്തെ അന്വേഷിക്കത്തക്ക രീതിയിൽ ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ ഞങ്ങളുടെ ഇടയിൽ ഇനിയുണ്ടാകട്ടെ. അവർ നിമിത്തം ഒത്തിരി പേർ ദൈവിക ബന്ധം പുലർത്തട്ടെ. അത് നിമിത്തം സ്വർഗത്തിലെ ഒരുപാട് നന്മകൾ ഭൂമിയിൽ അഭിവൃദ്ധിയായി വിളയട്ടെ. കുടുംബങ്ങളും വ്യക്തികളും അത് അനുഭവിക്കട്ടെ അപ്പാ. അതിനായി പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.